അറബ് കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. പ്രൊപ്പഗേഷൻ ഓഫ് ഇസ്ലാം, ഫാബുലസ് വെൽത്ത് ഓഫ് ഇന്ത്യ, പൊളിറ്റിക്കൽ കണ്ടീഷൻ ഓഫ് ദെൻ ഇന്ത്യ ആൻഡ് ദ ഇമ്മീഡിയറ്റ് റീസൺ. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കോസസ് ഓഫ് അറബ് സക്സസ്. ബാറ്റിൽ ഓഫ് റാവ 712 ആക്രമണത്തോടു കൂടി അവിടുത്തെ ഭരണാധികാരിയായ ദാഹിർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയും പിന്നീട് വധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദ് ബിൻ കാസിമിൻ്റെ നേതൃത്വത്തിൽ ഒരു അറബികളുടെ ഒരു ഭരണം സിന്ധിൽ രൂപീകരിക്കപ്പെട്ടു. കുറച്ചു കാലമേ തുടർന്നിട്ടുള്ളൂ, അധികകാലം നിലനിർത്താൻ അവർക്ക് പറ്റിയില്ല. എങ്കിൽ പോലും അദ്ദേഹം അവിടുത്തെ ഭരണ സംവിധാനങ്ങളൊന്നും മാറ്റിയില്ല. അവിടുത്തേതായ ഭരണ രീതിയിൽ തന്നെ വെച്ചുകൊണ്ട് തുടരുകയാണ് ചെയ്തിരുന്നത്. ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ എന്താണ് അറബികളുടെ വിജയത്തിൽ, സിന്ധിൽ അറബികൾ വിജയിക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് പരിശോധിക്കാം. ആദ്യത്തെ ഒരു കാരണം അൺപോപ്പുലാരിറ്റി ഓഫ് ദാഹിർ. ദാഹിറാണ് സിന്ധിലെ ഭരണാധികാരി. അദ്ദേഹത്തിന് പ്രാദേശികമായ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ആളുകളെല്ലാം അദ്ദേഹത്തെ, അല്ലെങ്കിൽ പ്രജകൾക്ക് പോലും താല്പര്യമില്ലാത്ത ഭരണാധികാരി. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളെല്ലാം സിന്ധിൻ്റെ ഒരു പതനം ആഗ്രഹിച്ചവരുമായിരുന്നു. ആൻഡ് ദെൻ ദ ബീട്രയൽ ആൻഡ് ട്രെച്ചറി ഓഫ് സം ഇന്ത്യൻ സിറ്റിസൺ. ഇന്ത്യയിലെ കുറച്ച് ആളുകളുടെ ചതിപ്രയോഗം, കപടമായ ചതിപ്രയോഗത്തിലൂടെയാണ് ദാഹിർ പരാജയപ്പെടുത്തുന്നത്. ദാഹിർ ഒളിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുന്നത് തദ്ദേശീയനായ ഒരു ഇന്ത്യക്കാരനായ ഒരു ബ്രാഹ്മണനാണ്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെടുന്നു. അപ്പോൾ അത്തരം ചില കാരണങ്ങൾ കൂടി അറബികളുടെ വിജയത്തിൻ്റെ പിന്നിലുണ്ട്. ഇന്ത്യയിൽ നിന്ന് ചില പൗരന്മാരുടെ ഒരു ആനുകൂല്യം അറബികൾക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് സിന്ധ് വാസ് എ പുവർ ബാക്ക്വേർഡ് കിങ്ഡം വിത്ത് എ പോപ്പുലേഷൻ ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്. ചെറിയ ഏരിയ, ചെറിയ ജനങ്ങൾ, ചെറിയ റിസോഴ്സ് മാത്രം ഉണ്ടായിരുന്നതാണ് സിന്ധ്. അതുകൊണ്ട് തന്നെ വലിയൊരു സൈന്യം. ഈ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഗരികത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈന്യം ഉണ്ടായിരുന്ന ആളുകളാണ് ഈ കാലിഫേറ്റ്. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു സന്നാഹത്തെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ തടഞ്ഞു നിർത്താൻ പറ്റിയുള്ള റിസോഴ്സ് സിന്ധിനുണ്ടായിരുന്നില്ല. ആൻഡ് ദ ഐസൊലേഷൻ ഓഫ് സിന്ധ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ. സിന്ധ് ഒരു ഒറ്റപ്പെട്ട മേഖലയാണ്. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ നിന്നൊന്നും ഇവിടെ എളുപ്പത്തിൽ എത്തിപ്പെടുക അസാധ്യമായിരുന്നത് കൊണ്ട് അവരിൽ നിന്ന് സഹായവും സഹകരണവും ഉണ്ടായില്ല. ദെൻ റിലീജിയസ് എന്തൂസിയാസം ഓഫ് അറബ്സ്. അറബികൾ മതപരമായിട്ടുള്ള ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മതത്തെ സ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ രാഷ്ട്രീയമായ മുന്നേറ്റങ്ങളെല്ലാം അവരുടെ മതപരമായ മുന്നേറ്റങ്ങളായിട്ട് പല ആളുകളും വ്യാഖ്യാനിച്ചതിൻ്റെ ഫലമായി ആ ഒരു മതപരമായിട്ടുള്ള ആവേശം അറബികൾക്കുണ്ടായിരുന്നു. ആൻഡ് ദ അറബ് ആർമി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മുഹമ്മദ് ബിൻ കാസിം വാസ് എ സുപ്പീരിയർ ടു ദാറ്റ് ഓഫ് സിന്ധ് റൂളർ ദാഹിർ ഇൻ ടെക്നിക് ആൻഡ് സ്ട്രെങ്ത്. യുദ്ധ സാങ്കേതികമായിട്ടും ശക്തിയിലും മുഹമ്മദ് ബിൻ കാസിം ദാഹിറിനെ അപേക്ഷിച്ച് ഒരുപാട് മുന്നിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യുദ്ധത്തിൻ്റെ വിജയം മുഹമ്മദ് ബിൻ കാസിമിന് ഉണ്ടാവുന്നത്. And Dahir was largely responsible for the success of Arabs owing to his initial lethargy and foolishness. അദ്ദേഹത്തിൻ്റെ ദാഹിർ മുന്നോടിച്ച ചില നയ നടപാടുകൾ, അദ്ദേഹത്തിൻ്റെ വിഡ്ഢിത്തമൊക്കെയാണ് അറബികൾക്ക് വിജയം ഉണ്ടാക്കി കൊടുക്കാനുള്ള കാരണം. അദ്ദേഹത്തിൻ്റെ പരാജയപ്പെട്ട ചില യുദ്ധതന്ത്രങ്ങളെല്ലാം ഒക്കെയാണ് മുഹമ്മദ് ബിൻ കാസിമിന് ഏറ്റവും എളുപ്പത്തിൽ സിന്ധ് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റിയതിൻ്റെ ഒരു കാരണം. ഇതാണ് അറബികളുടെ വിജയത്തിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എഫക്ട്സ് ഓഫ് കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് ഓർ ഇമ്പാക്റ്റ് ഓഫ് കോൺക്വസ്റ്റ് ഓഫ് സിന്ധ്. സിന്ധ് ആക്രമണം കൊണ്ടുണ്ടായ മാറ്റം, അനന്തരഫലം എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം റിലീജിയസ് ആയിട്ടുള്ള മതപരമായ മാറ്റങ്ങളാണ്. മതപരമായ മാറ്റം എന്ന് പറയുന്നത് ഇസ്ലാം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സിന്ധ് ആൻഡ് മുൾട്ടാൻ. മുൾട്ടാനിലും സിന്ധിലും ഇസ്ലാം എന്ന് പറയുന്ന പുതിയ മതത്തിൻ്റെ ആവിർഭാവം ഉണ്ടായി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മുന്നേ ചർച്ച ചെയ്തതാണ്, ബാബുൽ ഇസ്ലാം. സിന്ധിനെ ഇസ്ലാമിൻ്റെ കവാടമായിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് ദിസ് ഇൻസിഡൻസ് ആൾസോ ദി കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് ഈസ് ആൾസോ റിസൾട്ടഡ് ഫോർ ദി മിംഗ്ലിംഗ് ഓഫ് ടു ഗ്രേറ്റ് റിലീജിയൻസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ രണ്ട് പ്രബലമായ മതങ്ങളുടെ ഒരു സമ്മേളനമായിട്ട് അല്ലെങ്കിൽ പരസ്പര ബന്ധമുണ്ടാകുന്നതിലുള്ള ഒരു സാഹചര്യം ഈ സിന്ധ് ആക്രമണം വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. മുഹമ്മദ് ബിൻ കാസിമിന് ശേഷം
കാര്യമായ പ്രൊപ്പഗേഷനൊന്നും, ഇസ്ലാമിക പ്രൊപ്പഗേഷനൊന്നും ഈ കാലഘട്ടങ്ങളിൽ നടന്നിട്ടില്ല. ദെൻ ഇസ്ലാമിനെ കുറിച്ചുള്ള ഇന്ത്യക്കാരുടെ കാഴ്ചപ്പാടും ഒരുപാട് മാറ്റമുണ്ടായി. അതുവരെ അറബികൾ ഏറ്റവും ക്രൂരന്മാരായി എന്നുള്ളൊരു ധാരണയായിരുന്നു ഇന്ത്യയിൽ ഒക്കെ ഉണ്ടായിരുന്നത്. ആ ധാരണയെല്ലാം മാറി മുഹമ്മദ് ബിൻ കാസിം കൊണ്ടുവന്ന ഭരണപരിഷ്കാരം, അദ്ദേഹം തദ്ദേശീയമായ അല്ലെങ്കിൽ തദ്ദേശീയ ജനതയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു ഭരണമാണ് അവിടെ സിന്ധിൽ നടപ്പിലാക്കിയത്. പുതിയ നികുതികളൊന്നും അദ്ദേഹം ഇമ്പോസ് ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ മുസ്ലിങ്ങൾ ചില നികുതികൾ അവർ മുസ്ലിമേതര വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന് അവരിൽ നിന്നും പല നികുതികൾ ഈടാക്കാറുണ്ട്. അങ്ങനെയുള്ള നികുതികളൊന്നും സിന്ധിൽ മുഹമ്മദ് ബിൻ കാസിം ചുമത്തിയിട്ടില്ല. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണ മതവിഭാഗങ്ങളെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നതിലും മുഹമ്മദ് ബിൻ കാസിം പ്രത്യേകമായ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ടൊക്കെ ഈ അറബികൾ ക്രൂരന്മാരാണെന്നുള്ള ഒരു അതുവരെ ഉണ്ടായിരുന്നൊരു വിശ്വാസം ഇല്ലാതാവുകയും മ്യൂച്വലായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് തമ്മിൽ അറബികൾക്കും ഇന്ത്യക്കാർക്കിടയിലും ഉണ്ടാവുകയും ചെയ്തു. അതാണ് മതപരമായിട്ടുള്ള ഒരു ചെയ്യും. പിന്നെ രാഷ്ട്രീയവും സാമൂഹികമായ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഏറ്റവും അറബ്സ് ഓപ്പൺ ദ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അതർ ഇസ്ലാമിക് റീജിയൻ ആൻഡ് ദസ് ഡയറക്ട് ട്രേഡ് ആൻഡ് ബിസിനസ് വിത്ത് ഇസ്ലാമിക് കൺട്രി സ്റ്റാർട്ടഡ്. ഇത് ഫലമായിട്ട് അറബികളുമായിട്ടുള്ള വലിയ വ്യാപാര ബന്ധം, അറബികളുടെ സഹായത്തോടു കൂടി മറ്റ് പ്രദേശങ്ങളിലേക്കുള്ള വ്യാപാര ബന്ധമൊക്കെ ശക്തിപ്പെട്ടു. അതുപോലെ തന്നെ സിന്ധ് ഒരു ട്രൈബൽ ഏരിയ ആയിരുന്നു മുൻകാലഘട്ടങ്ങളിൽ. ഒരു വളരെ അപരിഷ്കൃതമായിട്ടുള്ള സാമ്പത്തികമായിട്ട് വലിയ പുരോഗതിയൊന്നും ഇല്ലാത്തൊരു പ്രദേശത്തെ സാമ്പത്തികമായിട്ട് ശക്തിപ്പെടുത്താൻ അറബികൾക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ നാഗരികതയുടെ വളർച്ച ഈ മേഖലകളിലുണ്ടായി. പുതിയ ക്രമസമാധാനം അറബികൾ ഇവിടെ കൊണ്ടുവന്നു. സോഷ്യൽ സ്റ്റാറ്റസ് ഈ പ്രദേശത്തിൻ്റെ സാമൂഹിക അവസ്ഥയിലും മെച്ചപ്പെട്ടുകയുണ്ടായി. And Arabs were great politicians. They believed in winning the minds of people rather than acquiring land. അറബികൾ നല്ല രാഷ്ട്രതന്ത്രജ്ഞരായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ഭൂമികൾ പിടിച്ചെടുക്കുന്ന എന്നതിനപ്പുറത്തേക്ക് അവിടുത്തെ തദ്ദേശീയ ജനങ്ങളുടെ മനസ്സിനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ ഒരു ഭരണ സംവിധാനം കൊണ്ടുവരാൻ പ്രത്യേക ശ്രദ്ധ അറബികൾ കരുതിയിരുന്നു. And the social reform took place during this time as the peaceful administration was set, whereas the other parts of India were highly disturbed. ഈ പ്രദേശത്ത് സാമൂഹികമായിട്ടുള്ള നല്ല മുന്നേറ്റങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് ഈ അറബ് സിന്ധാക്രമണത്തിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ട് ആക്കാവുന്നതാണ്. ദെൻ ഈ മേഖലയിൽ വിജ്ഞാനപരമായിട്ടുള്ളൊരു സംഭവങ്ങളുണ്ട്. ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ്. അറബികൾ ഈ മേഖലയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സഹിഷ്ണുതാ നയം അലൗഡ് ഹിന്ദുസ് ടു ഫോളോ ദെയർ റിലീജിയൻ. അങ്ങനെ ഒരുപാട് തദ്ദേശീയരായിട്ടുള്ള ജനത ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറബികളുടെ നല്ല തരത്തിലുള്ള ഇടപെടലും ബിക്കോസ് ഓഫ് ദ പോളിസി ഓഫ് ടോളറേഷൻ, a number of Hindus followed Islamic religion, and Arabs adopted rituals of Brahmins and gained knowledge in the areas of astrology, medicine and Arthashastra. ബ്രാഹ്മണന്മാർ പിന്തുടർന്ന വൈദിക വിജ്ഞാന പാരമ്പര്യങ്ങളെ സ്വീകരിക്കുകയും അതിലൂടെ അറിവ്, അസ്ട്രോളജി, മെഡിസിൻ, അർത്ഥശാസ്ത്ര തുടങ്ങിയിട്ടുള്ള വിജ്ഞാനങ്ങളെല്ലാം അറബികൾ സ്വീകരിച്ചു. അത് പുറം ലോകത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് അറബ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇന്ത്യയിലെ ഈ കാലഘട്ടങ്ങളിലെ വലിയ വിജ്ഞാന സ്രോതസ്സുകളായിരുന്നു വൈദിക വിജ്ഞാനങ്ങൾ, ഈ സംസ്കൃത കൃതികളെല്ലാം. ഇത് ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇതിനെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നത് മറ്റ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നതോടുകൂടി, അഥവാ അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്നതോടുകൂടിയാണ് ഇത് മറ്റുള്ള ആളുകളെല്ലാം ഇത് അറിയുന്നത്. പിന്നെ നഗരവൽക്കരണങ്ങൾ ഈ കാലഘട്ടങ്ങളിലുണ്ടായി. നഗരാസൂത്രണം ഈ പ്രദേശങ്ങളിലുണ്ടായി. കച്ചവടങ്ങൾ വിപുലപ്പെട്ടു. അതുപോലെ ഒട്ടകങ്ങളുടെയും കുതിരകളുടെയൊക്കെ കച്ചവടം പുറം രാജ്യങ്ങളിൽ നിന്ന്, അറബി നാടുകളിൽ നിന്ന് വ്യാപകമായ ഇറക്കുമതി ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാംസ്കാരികമായ മറ്റു നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ളൊരു മിശ്രണം ഉണ്ടായിരുന്നു.
മുസ്ലിങ്ങളും ഹിന്ദുക്കളും സമഭാവനയോടെയുള്ള ജീവിക്കുന്നുണ്ട് സിന്ധിൽ. അതുപോലെ ഹിന്ദു വിശ്വാസങ്ങൾ, ഹിന്ദു ഫിലോസഫി, ദർശനങ്ങൾ, മാത്തമാറ്റിക്സ്, അതുപോലെ അങ്ങനെയുള്ള കുറേ വിജ്ഞാനങ്ങൾ, ചരക സംഹിത, സുശ്രുത സംഹിത തുടങ്ങിയിട്ടുള്ള മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട പല കൃതികളും ഇന്ത്യയിൽ നിന്നും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇങ്ങനെയുള്ള വിജ്ഞാനത്തിൻ്റെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ, ഗിവ് ആൻഡ് ടേക്ക് ഓഫ് നോളജ്, ഇത് ഈ അറബികളുടെ സിന്ധാക്രമണ ഫലമായിട്ടുണ്ടായിട്ടുണ്ട്. വ്യാപകമായ സെറ്റിൽമെന്റ്സ് ഓഫ് അറബ് അധിവാസ കേന്ദ്രങ്ങൾ സിന്ധ് പ്രവിശ്യയിൽ വ്യാപകമായി ഉണ്ടായി. സിന്ധിലെ പോപ്പുലേഷനിൽ വർധനവുണ്ടായി. അറബികൾ സിന്ധ് അവരുടെ സ്വന്തം പ്രദേശമായി കണക്കാക്കുകയും പുതിയ നിർമ്മിതികൾ ആ പ്രദേശങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു. പുതിയ പള്ളികളുണ്ടായി, ആർക്കിടെക്ചർ ഉണ്ടായി, തദ്ദേശീയമായ ആർക്കിടെക്ചറിനെ അവർ സ്വീകരിച്ചു. ദ പോയട്രി, സിന്ധി ഭാഷ ഈ കാലഘട്ടങ്ങളിൽ വികാസം പ്രാപിച്ചു. അറബിയിലും ഉണ്ടായ ഒരുപാട് പോയറ്റുകളുടെ സ്വാധീനം സിന്ധിലേക്കുണ്ടായി. ഇങ്ങനെയുള്ള ഒരു സാംസ്കാരികമായ വിനിമയം, വ്യാപകമായ തരത്തിൽ സാംസ്കാരികമായ ഒരു വിനിമയം അറബികളും ഇന്ത്യക്കാരും തമ്മിൽ ഉണ്ടാവുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത് ഈ സിന്ധിലേക്കുള്ള വരവാണ്. So we can conclude Arab invasion in Sindh region was a great historical moment which brought social and economic development in the tribal region of Sindh. ഗോത്ര പാരമ്പര്യമുള്ള സിന്ധ് പ്രവിശ്യയിൽ സാമ്പത്തികവും സാമൂഹികമായ ഒരുപാട് പുരോഗതി ഈ മേഖലകളിൽ ഉണ്ടാക്കാൻ അറബ് ആക്രമണം കൊണ്ട് സാധിച്ചു. ആൻഡ് ദ ലോ ആൻഡ് ഓർഡർ വാസ് എസ്റ്റാബ്ലിഷ്, ക്രമസമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. എഡ്യൂക്കേഷൻ വാസ് സ്പ്രെഡ്. Trade with Arab countries was set up. People of Sindh adopted Islamic culture. Their belief that the Islam was the only beliefs. Their belief that the Islam only believes in cruelty changed and the Islam was spread. ഇസ്ലാം ക്രൂവൽറ്റിയിൽ വിശ്വസിക്കുന്ന ഒരു ധാരണ മാറുകയും ഇസ്ലാമിലേക്ക് വ്യാപകമായ പരിവർത്തനങ്ങൾ ഈ നാടുകളിൽ നിന്നുണ്ടായി. ബ്രാഹ്മൺസ് വേർ ഗിവൺ റെസ്പെക്റ്റ് ആൻഡ് ദേ വേർ ഫ്രീ ടു ഫോളോ ഹിന്ദുയിസം. ബ്രാഹ്മണന്മാർക്ക് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിക്കാനുള്ള അവകാശമുണ്ടായി. ആൻഡ് ദേ റിപ്പയർഡ് സം ഹിന്ദു ടെമ്പിൾസ് വിച്ച് വർ ഡെസ്ട്രോയ്ഡ് ഇൻ ഇസ്ലാമിക് ഇൻവേഷൻ. ആക്രമണ കാലഘട്ടത്തിൽ നശിപ്പിക്കപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കപ്പെട്ടു ഈ കാലഘട്ടത്തിൽ സിന്ധിലെ ഭരണാധികാരികൾ. ആൻഡ് ഹിന്ദുയിസം ആൻഡ് ഇസ്ലാമിക് കൾച്ചർ വാസ് ഫോളോഡ് സൈഡ് ബൈ സൈഡ് ആൻഡ് ടു റിലീജിയൻസ് ഹാഡ് ഹെൽത്തി എക്സ്ചേഞ്ച് ഓഫ് കൾച്ചർ. ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഹിന്ദുവിസവും ഇസ്ലാമും തമ്മിലുള്ള ഒരു സാംസ്കാരികമായ വിനിമയം, വിജ്ഞാനപരമായ ഒരു വിനിമയം ഇത് സാധ്യമാക്കി എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇസ്ലാമിൻ്റെ ഇന്ത്യയിലെ ഒരു കവാടമായിട്ട് ഈ സിന്ധിനെ കാണുന്നതും. ഇന്ത്യ ചരിത്രത്തിൽ സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ ഒരു ചരിത്രത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാക്കിയ, കാര്യമായ മാറ്റങ്ങളുണ്ടാക്കിയ ഒരു ഇൻസിഡൻ്റാണ് അറബ് കോൺക്വസ്റ്റ് ഓഫ് സിന്ധ്. കൂടുതൽ അറിയുന്നതിന് ഒരു യൂട്യൂബ് ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.